മക്കൾ. അവൾ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി, ഭർത്താവും ഒക്കെ ഉണ്ട്. നേരത്തെ തന്നെ ഈ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. മക്കള് അങ്ങനെ വല്ലതും കൊണ്ടുവന്നാൽ ഈ ആൾക്കാർ മക്കളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും. ഞാൻ പറഞ്ഞു ഇന്നിപ്പോ വൈകുന്നേരമായി, എപ്പോഴെന്റെ മക്കളെ അവിടെ കൊണ്ടുവരട്ടെ. ഞാൻ കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് നമ്മളെ അറിയിക്കുമ്പോൾ നമ്മൾ ചെന്ന് ഇറക്കി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. ഷിബിന് അർച്ചന എന്ന് വെച്ചാൽ ജീവന്റെ ജീവനാ. ജീവിക്കുവാണെങ്കിൽ ഇവളോടൊപ്പം മാത്രമേ എന്നുള്ള വാശിയിലായിരുന്നു ഷിബിൻ. ഷിബിനും അർച്ചനയും 2 ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അതിൻ്റെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് അവർ പ്രണയിച്ചു. പക്ഷേ ജീവിക്കണമെങ്കിൽ പണം വേണമല്ലോ. ആ സ്വപ്നം നിറവേറ്റാൻ ഷിബിൻ നിറ കണ്ണുകളോടെ ഗൾഫിലേക്ക് യാത്രയായി. തൻ്റെ പ്രണയിനിയെ സ്വന്തമാക്കാൻ അയാൾ എല്ലുമുറിയെ പണിയെടുത്തു. ഒരുപാട് പ്രതീക്ഷകളുമായി അവളോടൊപ്പം ജീവിക്കുവാനുള്ള ആവേശത്തിൽ കൈനിറയെ കാശുമായി നാട്ടിലേക്കെത്തിയ ആ ചെറുപ്പക്കാരൻ ഒരു വാർത്ത കേട്ട് നെഞ്ച് തകർന്നുപോയി. തൻ്റെ പ്രണയിനിയെ ഒരാൾ സ്വന്തമാക്കിയിരിക്കുന്നു. എങ്ങനെ സഹിക്കും ആ കാമുകൻ? അവൾക്ക് 2 കുട്ടികളുമായിരിക്കുന്നു. എന്തൊരു വിധി! പിന്നെ അയാൾ അവളെയും കൂട്ടി ആ മലമുകളിലേക്ക് കയറിപ്പോയി ആ തീരുമാനം നടപ്പിലാക്കാൻ. എന്തായിരുന്നു അയാളെടുത്ത ആ തീരുമാനം? അമ്മയുടെ മകനാണെന്നും രാവിലെ വീട്ടിൽ നിന്ന് കോവിലി പോണെന്നും പറഞ്ഞു പോയത്. 5 മണിയായിട്ടും കാണാത്തത് കൊണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ അന്ന് ഞാൻ ജോലിക്ക് പോയായിരുന്നു. താക്കോല് വെച്ചേക്കുന്ന സ്ഥലം പറയാൻ വേണ്ടിയാണ് അവനെ വിളിക്കുന്നത്. വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ കണ്ണം വന്നു എൻ്റെ വീട്ടുകാരെ വന്നിരുന്നില്ല വിളിക്കുന്നു. മാമി എവിടെ നിൽക്കണമെന്ന് കേട്ട് ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ ജോലി സ്ഥലത്തേക്കുന്നു. ഷിബിൻ എവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ അവിടെ വിഷ്ണു കോവിൽ വരണമെന്നും പറഞ്ഞാണ് വന്നത്. എന്ത് മക്കളെ എന്ന് കേട്ട് മാമി അങ്ങനെയൊന്നും അല്ല വിഷയം, അർച്ചനയും അവനെയും കാണാനില്ല, 2 പേരെയും ഫോണും സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. 2 പേരെയും കാണാനില്ല, ആ കുട്ടിയെയും കാണാനില്ല, ഇവനെയും കാണാനില്ല, 2 പേരെ ഫോണും സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ 2 പേരും ഒന്നിച്ച് അങ്ങോട്ടാ പോയതാണ്. അവര് മിസ്സിംഗ് കേസും കൊടുത്തു വാരനായിട്ട്. അവന്റെ കൂടെ മരിച്ച കുട്ടിയാണ്. ഇവര് തമ്മിൽ സ്കൂളിൽ പഠിക്കുമ്പോഴേ പ്രണയമാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കള് അവരെ പെട്ടെന്ന് അവളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അന്ന് പെട്ടെന്ന് അവന് വിളിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു പ്രായമായില്ല. കുറച്ച് ദിവസം നിൽക്കാൻ പറഞ്ഞപ്പോൾ വീട്ടുകാർ തന്നെ നിർബന്ധിച്ച് ഉള്ള കല്യാണം കഴിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു. അത് ഇവൻ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ നിൽക്കണം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടെ വീട്ടുകാരൊക്കെ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇവിടെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ഇല്ല, അപ്പോഴും പിന്നെ പിള്ളേർ ഗൾഫിലോട്ടൊക്കെ അങ്ങ് പോയി. നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു പോയിട്ടൊക്കെ. 4 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്നിട്ട് അറിഞ്ഞെങ്കിലും ഒരു വിഷയം ആ സമയം എന്ത് വന്നാലും ഒന്നും ആരോടും പറയില്ല. മനസ്സ് വിഷമിച്ച് നടക്കണമല്ലാതെ ഒന്നും ആരോടും ഞങ്ങൾ കൂട്ടുകാരോടെ പോലും ഒന്നും പറയൂല. സ്വയം ബന്ധരിഞ്ഞ് നടക്കേ ഉള്ളൂ. കൊടുക്കും. പിന്നെ വർഷങ്ങളായ കല്യാണം അടുത്ത് ദിവസം അവര് കാണും. അത്ര അടുത്ത് അമ്പലത്തിന്റെ സംസാരിക്കാറൊക്കെ ഉണ്ടെന്ന് പറയണം. 2 മക്കള്. അയാള് സെക്യൂരിറ്റി എന്തായിട്ട് പോണെന്ന് പറയണു. എനിക്ക് അറിഞ്ഞൂടാ. വൈകുന്നേരമാണ് പോണത്. അതിപ്പോ ഈ ഇടക്കാലത്ത് അങ്ങാണ്ട് തുടങ്ങിയതാണ്. പലരും അവിടെ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന് പറയണം. പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വളർന്നു. പിന്നെ വിളബന്ധുക്കള് അവനെ വിരട്ടിയെന്നും പല സ്ഥലങ്ങളിൽ ഇവർ ഒന്നിച്ച് യാത്ര ചെയ്തതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇവര് പലയിടത്തും സംസാരിച്ച് നിൽക്കണ കണ്ടവരുണ്ടെന്ന് എന്നോട് പറയുന്നുണ്ട്. വേറെ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞൂടാ, ആരും പറഞ്ഞും കേട്ടിട്ടില്ല. അങ്ങനെ നമ്മള് ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴാണ് അടുത്ത് പോത്തങ്കോട് നിന്ന് കോള് വരണം. എൻ്റെ ഫോണിൽ തന്നെയാണ് വന്നത്. ഷിബിന്റെ അമ്മയാണെന്നിട്ട് ഞാൻ പറഞ്ഞു ഓന്ന് പറഞ്ഞു. ഷിബിൻ ഇവിടെ ഉണ്ട് കേട്ടോ, പോത്തങ്കോട് സ്റ്റേഷനിൽ നിന്നാണ്, പോലീസാണ് വിളിക്കണേന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അടുത്തുണ്ടോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം വരും. ഷിബിന്റെ അച്ഛൻ വരുമ്പം ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്ത് ദൂരോട്ട് നിന്ന് ചേട്ടൻ സംസാരിച്ചെന്താണ് പറയണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോഴും പെട്ടെന്ന് സംസാരിച്ചിട്ട് വന്ന് പറഞ്ഞു നമുക്ക് പോത്തങ്കോട് പോവാം, മോൻ അവിടെ ഉണ്ട്,
ഇവര് കണ്ടുപിടിച്ച് ആ സ്റ്റേഷനിൽ നമുക്കവിടെ പോയി മരണവാർത്ത പറയുന്നില്ല. എന്നോട് പറയാനില്ല. ഇവരെല്ലാം നേരത്തെ അറിഞ്ഞു, ഫോണിലൊക്കെ കണ്ടു, എല്ലാവരും അറിഞ്ഞു. എന്നോട് പറഞ്ഞില്ല. എൻ്റെ ഫോൺ എടുത്ത് അതിൽ കിടന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് ഇവരൊക്കെ കളഞ്ഞു. ഞാനിതൊന്നും അറിയില്ല. എൻ്റെ മക്കൾ അവിടെ ഉണ്ടല്ല, ഒരൊറ്റ ഒരു ചിന്തയേ ഉള്ളൂ. അവിടെ നിന്ന് പുറത്തങ്ങോട്ട് പോയിട്ടും ഇവരെന്നെ അങ്ങ് അകത്തൊന്നും കയറ്റിയില്ല. ഇവരൊക്കെ കയറി സംസാരിക്കണം. ഞാനങ്ങ് ആകെ അങ്ങ് തീരെ അവശനായിപ്പോയി ഇവര് കാണാതെ വന്നതിലും. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് മോനെ കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞ് അവരങ്ങനെ കാണിക്കൂല, പെണ്ണ് വീട്ടുകാർ ആരും വന്നില്ല. പെണ്ണ് വീട്ടുകാർ വരാത്തതുകൊണ്ട് അവർ അങ്ങനെ കാണിക്കൂല. നമുക്ക് ആരിനായിട്ട് സ്റ്റേഷനിൽ അവർ കൊണ്ടുവരും. അപ്പോഴവിടെ ചെന്ന് നമുക്ക് അവനെ കണ്ട് അവനെ ഇറക്കിക്കൊണ്ടുവരാം. അപ്പോഴും മരണം അറിയുന്നില്ല. അറിയില്ല, ഞാൻ ആ നിമിഷം അറിയണില്ല, ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ വൈകുന്നേരമായി, എപ്പോഴെൻ്റെ മക്കളെ അവിടെ കൊണ്ടുവരട്ടെ. കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് നമ്മളെ അറിയിക്കണം, നമ്മളെ ചെന്ന് ഇറക്കിക്കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അധികം തിരിച്ച് വണ്ടിയിൽ ഇവിടെ വരുമ്പം കമ്പനി മുക്ക് തൊട്ടേ എൻ്റെ ആൾക്കാരെല്ലാം അവിടെ നിൽക്കണം. എന്നിട്ട് എനിക്ക് തോന്നണില്ല എൻ്റെ മക്കള് നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാനിവിടെ വന്നപ്പോ ഇവിടെ എല്ലാം നിറച്ച ആൾക്കാര് നിൽക്കണേ. പിന്നീടാണ് അവര് കുറെ കഴിഞ്ഞാണ് അവർ എന്നോട് പറഞ്ഞത്, എൻ്റെ മക്കൾ, എന്റെ ചേട്ടൻ തന്നെ വന്ന് പറഞ്ഞു നമ്മളെ മകൻ നമ്മളെ വിട്ടു പോയി, നമ്മളെ മക്കളെ നമുക്ക് ഇനി തിരിച്ചു കിട്ടൂല, നഷ്ടപ്പെട്ടു പോയെന്ന്. തന്നെ എന്റെ മക്കൾ എന്തിനു ചെയ്ത്, എന്റെ മക്കളെ ആരെന്തിനു ചെയ്ത്? അമ്മയ്ക്ക് ഒരു മകനാണല്ലേ? ഒരു ജാതിയുടെ പേരിൽ ബന്ധം അതെ, അവര് നായരാണ്, ഞങ്ങള് ഹെസ്സിയാണ്, ഹരിജനത്തിൽപ്പെട്ടയാണ്. അതുകൊണ്ടാണ് അവര് എതിർത്തത്. അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടമായിരുന്നല്ലേ? പെൺകുട്ടിയെ നിർബന്ധിച്ചാണ് ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. പെൺകുട്ടിയെ നിർബന്ധിച്ചും ഒക്കെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. അവർക്ക് ആത്മാർത്ഥ സ്നേഹമായിരുന്നു അവിടെ. അവർക്ക് പെൺകുട്ടി എന്തെങ്കിലും അമ്മയെ കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, അമ്മ അംഗീകരിക്കോ എന്നെ എന്നൊക്കെ കേട്ടെന്നപ്പോഴും ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു, മക്കളെ അവൾ കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുമായി, ഭർത്താവും ഒക്കെ ഉണ്ട്, നേരത്തെ തന്നെ ഈ 2 കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. മക്കള് അങ്ങനെ വല്ലതും കൊണ്ടുവന്നാൽ ഈ ആൾക്കാർ മക്കളെ ജീവിക്കാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും. അതുകൊണ്ട് മക്കൾ അതങ്ങ് മറന്ന് അവര് ജീവിക്കട്ടെ, മക്കളും ജീവിക്കട്ടെ, മക്കൾക്ക് ഒരു കുടുംബം ഉണ്ടാവും എന്നൊക്കെ ഞാൻ എൻ്റെ ശ്രമിച്ചു. അപ്പോഴും പിന്നെ എന്നോട് അത്ര വലിയ ഇതില്ലാതെ അങ്ങ് പോയി. ഒരുപാട് നാളൊന്നും ആയില്ല, 1 മാസമൊക്കെ ആവുള്ളൂ. അത്ര ഇതില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറയുകയും ചെയ്യും. ഈ ബന്ധത്തിന് പിന്മാറാൻ വേണ്ടിട്ട് അവരുടെ ഭർത്താവ് അദ്ദേഹത്തിനോട് പല പ്രാവശ്യം കണ്ട് വാൺ ചെയ്തതായിട്ടും അവർ വീട്ടുകാർ വാൺ ചെയ്തിട്ട് പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. ഇദ്ദേഹത്തിന് ഇടയ്ക്ക് ആരും മർദ്ദിച്ചായിട്ട് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അത് നടന്നിട്ടുണ്ടോ? അത് അപ്പൊ മരിക്കുന്നവരെ അത് പറഞ്ഞിട്ടില്ല. കുട്ടൻ എന്ന് പറയുന്ന അവളെ ബന്ധത്തിലുള്ളൊരു പയ്യൻ ഇവനെ വിളിച്ച് വിരട്ടി, ഇനി അവളെ കാണരുത്, സംസാരിക്കരുത്, ഫോൺ ചെയ്യല്ലെന്ന് പറഞ്ഞു. അപ്പോഴവൻ പറഞ്ഞു, എന്നാൽ എൻ്റെ കൂടെ മിണ്ടിയാൽ ഞാൻ മിണ്ടും, എന്നെ വിളിച്ചാൽ ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇനി ഒരിക്കൽ കൂടെ വരുത്തിക്കല്ലെന്ന് പറഞ്ഞു എന്ന് അവൻ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു എന്ന്. ഇപ്പം അവൻ മരിച്ചപ്പോഴാണ് പലരും പറയുന്നു അവനെ അടിച്ചു എന്നുള്ളത്. പിന്നെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ ലാലു എന്ന് പറഞ്ഞ അയാൾ ഒരു ദിവസം ഇവന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ്, ഇവനെ അടിക്കണം, ഇവനെ അങ്ങനെ വിട്ടാക്കൂല, അടിക്കണമെന്ന്. അപ്പോഴവര് പറഞ്ഞെന്ന് അങ്ങനെയാണെങ്കിൽ തെറ്റുകാരി നിങ്ങളെ പെണ്ണാണ്, അവനെ വിളിക്കണതും ഫോൺ ചെയ്യണതും മെസ്സേജ് അയക്കണതൊക്കെ കൂടുതലും നിങ്ങളെ പെണ്ണാണ്, നിങ്ങളെ പെണ്ണൊരു കുടുംബത്തിൽ ഇരിക്കണതാണ്, നിങ്ങളെ ആളിനെയാണ് നിങ്ങൾ അടിക്കാനെന്ന് പറഞ്ഞെന്ന്. അപ്പോഴൊന്നും മിണ്ടണില്ല എന്നിങ്ങനെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ പറഞ്ഞു ഈ വിഷയങ്ങളൊക്കെ, ഞാൻ എൻ്റെ മോൻ്റെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അമ്മ എന്നെ കാണുമ്പം മിണ്ടുന്നു, ഞാനും മിണ്ടുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല അമ്മ എന്ന് എൻ്റെ പറഞ്ഞു. പിന്നെ ഇവരുടെ മനസ്സിലൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ, ഇത്രയും വലിയ കടും കൈയൊക്കെ ചെയ്യാൻ പോകാനൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞു. എനിക്ക് എൻ്റെ മക്കളെ ഇഷ്ടം.